ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനാരാണ്? നമുക്കെല്ലാവർക്കും പല ഉത്തരങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ചോദ്യത്തിന് വരുന്ന ഉത്തരം സൈനൈഡ് മോഹനൻ എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം സൈനൈഡ് മോഹനെ കുറിച്ച് ഇറങ്ങുന്ന എല്ലാ വീഡിയോകളുടെയും ടൈറ്റിൽ അതുതന്നെയാണ്, ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ. എന്നാൽ എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം. സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ കളങ്കാവൽ എന്ന സിനിമ ഞാൻ പോയി കണ്ടു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് സൈനൈഡ് മോഹനൻ്റെ കഥയാണ്. എന്നാൽ ആ ഒരു കഥ ഈ പറയുന്നത് ഒരിക്കലും ഒരു സ്പോയിലർ അല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേട്ടും വായിച്ചും അറിഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നതും. എന്നാൽ യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഈ സിനിമയെ വ്യത്യസ്തമാക്കിക്കൊണ്ട് തന്നെയാണ് സംവിധായകൻ സിനിമ നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ചില സിനിമാറ്റിക് ഗിമിക്കുകളോടെ കഥ പറഞ്ഞ രീതി പോലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കളങ്കാവൽ എന്ന ഈ സിനിമയിലുമുണ്ട് വിശദീകരിക്കപ്പെടേണ്ട ചില ഡീറ്റെയിലുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ കണ്ട ചില ഡയറക്ടർ ബ്രില്യൻസ് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നുകൂടി അറിയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എപ്പോഴും പറയുന്നത് പോലെ സ്പോയിലറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർ മാത്രം അലർട്ടിന് ശേഷം തുടർന്ന് കാണുക, അല്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് കാണുക. അപ്പോൾ സിനിമ കണ്ടവർ കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ജിതിൻ കെ ജോസ് എന്ന പേര് ആദ്യമായി ഞാൻ കേൾക്കുന്നത് കളങ്കാവൽ എന്ന സിനിമയോട് ചേർന്നാണ്. അദ്ദേഹം ഇതിൻ്റെ സംവിധാനം മാത്രമല്ല, തിരക്കഥയിലും പങ്കാളിയായിരുന്നു. എന്നാൽ കുറുപ്പ് എന്ന സിനിമയുടെ സംവിധാന സഹായിയായാണ് അദ്ദേഹം വന്നത്, അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് എന്നും ഞാൻ വായിച്ചു. എന്തായാലും എൻ്റെ പാറ്റേൺ സീക്കിംഗ് ബിഹേവിയറുടെ ഭാഗമായി എനിക്ക് തോന്നിയ ചെറിയൊരു സംശയമാണ്, സമൂഹത്തിൽ നെഗറ്റീവ് ഇമേജ് ഉള്ള ചില വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് നായക പരിവേഷം നൽകി സിനിമ ചിത്രീകരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണോ ഇദ്ദേഹവും എന്ന സംശയത്തിലാണ് ഞാൻ. എന്തായാലും സൈനൈഡ് മോഹനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പോലും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നു എന്നതുകൊണ്ട് തന്നെ രണ്ടുപേരി സൈനൈഡ് മോഹനെ കുറിച്ച്. 2003 തുടങ്ങിയ ആ വേട്ടക്കാരൻ അവസാനിപ്പിച്ചത് അല്ല, ആ വേട്ട അവസാനിച്ചത് 2009 ആ 6 കൊല്ലം കൊണ്ട് അയാൾ ഇല്ലാതാക്കിയത് 30-ൽ കൂടുതൽ സ്ത്രീകളെയാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം, അത്രയ്ക്കും സുന്ദരനായിരുന്നോ സൈനൈഡ് മോഹനൻ എന്ന്. ഒരു ലൈൻ സെറ്റാവാൻ ഓരോരുത്തർ പെടുന്ന പാട് നമുക്കറിയാം. അപ്പോഴാണ് 30 എണ്ണം. അതിന് വേറെ ചില സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്, അത് വഴിയെ ഞാൻ പറയാം. ടിയാൻ സ്ത്രീകളെ വശീകരിക്കുക മാത്രമല്ല, അവരുമായി ശാരീരികമായി ബന്ധപ്പെടുകയും ആ ബന്ധം ഗർഭമാവാതിരിക്കാൻ ഗർഭനിരോധന ഗുളികകൾ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഗുളികകളിൽ സൈനൈഡ് കലർത്തിയായിരുന്നു ആ സുന്ദര കാലമാടൻ സ്ത്രീകളെ ഇല്ലാതാക്കിയിരുന്നത്. ബസ് സ്റ്റാൻഡുകളുടെ പബ്ലിക് ടോയ്ലറ്റുകളിൽ ഗർഭനിരോധന ഗുളികകളുമായി സ്ത്രീകളെ അയാൾ പറഞ്ഞു വിടുമായിരുന്നു. അവിടെ അവർ മരണവുമായി മല്ലിടുമ്പോൾ അവരുടെ സ്വർണവും പണവുമായി അയാൾ കടന്നു കളയുമായിരുന്നു. പല പേരുകളിലും പല ജോലികളിലും പല സ്ത്രീകൾക്ക് മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു. അയാളുടെ യഥാർത്ഥ പേര് മോഹൻ കുമാർ എന്നാണ്. കുഞ്ഞുങ്ങൾക്കിടയിൽ കായിക അധ്യാപകനായി അയാൾ ജീവിച്ചു പോരുകയായിരുന്നു. സൈനൈഡ് മോഹനന്റെ ഇരകളായ സ്ത്രീകളുടെ പ്രായം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഈ സുന്ദരകാലമാടൻ പിടിക്കപ്പെടുമ്പോൾ അയാളുടെ പ്രായം 46 വയസ്സാണ് എന്ന് പറയപ്പെടുന്നു. അതായത് 6 വർഷം കൊണ്ട് അയാൾ ഇല്ലാതാക്കിയത് 30-ൽ കൂടുതൽ സ്ത്രീകളെയാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ 40-ാമത്തെ വയസ്സ് മുതലുള്ള റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത്. 40 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള ആ ചെറിയ കാലഘട്ടത്തിലാണ് 30-ൽ കൂടുതൽ സ്ത്രീകളെ അയാൾ ഇല്ലാതാക്കിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അയാളുടെ ഗ്ലാമർ മാത്രമല്ല സ്ത്രീകൾ അയാളുടെ വലയിൽ വീഴാനുള്ള കാരണം. അയാളുടെ ടാർഗറ്റ് അത്തരം സ്ത്രീകളായിരുന്നു. സാമ്പത്തികം മൂലം വിവാഹം നടക്കാത്ത, ഭർത്താവ് മരിച്ചതോ ഉപേക്ഷിച്ചതോ ആയ, പ്രായാധിക്യമോ നിറമോ സൗന്ദര്യക്കുറവോ മൂലം വിവാഹം നടക്കാത്തതോ ആയ സ്ത്രീകളായിരുന്നു അയാളുടെ ടാർഗറ്റ്. അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം മാന്യനായ ഒരാളെ കണ്ടാൽ കൊള്ളാം എന്ന തോന്നലുണ്ടാകാം. ഈ സൈക്കോളജിയാണ് അയാൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അയാൾ വിവാഹിതനായിരുന്നു എന്ന് പോലും മറച്ചു വെച്ചാണ് പല പ്രണയങ്ങളും അയാൾ മുന്നോട്ട് കൊണ്ടുപോയതും.
അയാൾ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1987 മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് അതിൽ അയാൾ ഡിവോഴ്സ് ആവുകയും ചെയ്തു. ശേഷം മഞ്ജുള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചതായി പറയുന്നു. ഈ 2 സ്ത്രീകളിലും 4 കുട്ടികൾ അയാൾക്കുണ്ട്. ഇതാണ് സൈനൈഡ് മോഹനെ കുറിച്ച് എനിക്ക് പറയാനുള്ള 2 വാക്ക്. ഇതിനുശേഷം അയാൾ ആ ക്രൈം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ആ ക്രൈം എങ്ങനെ എവിടെ വെച്ച് അവസാനിച്ചു എന്ന് തുടങ്ങുന്ന വിഷയങ്ങളാണ് കളങ്കാവൽ എന്ന സിനിമയിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് സിനിമയെക്കുറിച്ചാണ്. സിനിമ കാണാത്തവർ ഇവിടെ സ്കിപ്പ് ചെയ്യാം, തുടർന്ന് സിനിമ കണ്ട ശേഷം കാണാം. സിനിമയിൽ മമ്മൂക്ക നായകനല്ല എന്ന് നമുക്കറിയാം. എന്നാൽ വില്ലനാണോ? അല്ല. കാരണം മമ്മൂക്ക അവതരിപ്പിച്ച സ്റ്റാൻലി എന്ന കഥാപാത്രത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിക്ക് വരുന്ന തടസ്സങ്ങളെല്ലാം പ്രേക്ഷകനെ സംബന്ധിച്ചും തടസ്സങ്ങൾ തന്നെയാണ്. ആദ്യമായി സ്റ്റാൻലി എന്ന കഥാപാത്രത്തെ നമുക്ക് മുമ്പിലേക്ക് ഇട്ട് തരുമ്പോൾ തന്നെ അയാൾ അത്ര വെടുപ്പല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഭാര്യയോട് യാത്ര പറഞ്ഞ് സ്റ്റാൻലി പോകുന്നത് കാമുകിയോട് സൊള്ളാനാണ് എന്ന് സിംപ്ലി കാണിക്കുന്നു. ആ സ്ത്രീയോടൊപ്പം അയാൾ ചിലവഴിക്കുമ്പോൾ തന്നെ പ്രേക്ഷകന്റെ സദാചാരബോധം അറ്റു തുടങ്ങുന്നു. ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിക്കുമ്പോൾ അത് ഉച്ചസ്ഥായിയിലെത്തുന്നു. അവിടെയാണ് ആൻറ്റഗോണിസ്റ്റായി കാണേണ്ട ഒരു കഥാപാത്രത്തെ പ്രേക്ഷകൻ പ്രോട്ടഗോണിസ്റ്റായി കാണാൻ നിർബന്ധിതനാവുന്നത്. ആർത്ത് വിളിച്ച പ്രേക്ഷകരെ ആ സെക്കൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നത് തീർച്ചയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതായത് സ്റ്റാൻലി ഒരു തമാശ പറയുകയാണോ, അതോ സ്റ്റാൻലി കാര്യമായിട്ടാണോ പറയുന്നത്? സ്റ്റാൻലി അവരെ കൊല്ലുന്നുണ്ടോ, അതോ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറയുകയാണോ എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളും എത്തിയിട്ടുണ്ട് എങ്കിൽ ഒന്ന് യെസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ നിമിഷം മുതലാണ് നിങ്ങൾ സ്റ്റാൻലിയെ പ്രോട്ടഗോണിസ്റ്റായി കണ്ടു തുടങ്ങിയത്. പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു കമ്മ്യൂണൽ റൈറ്റ്, ആ കേസിൻ്റെ ഭാഗമായി വരുന്ന SI ജയകൃഷ്ണൻ, അതൊരു മുസ്ലിം പയ്യനും ഹിന്ദു പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ തുടങ്ങിയ പ്രശ്നമായിരുന്നു എങ്കിൽ അതിലൂടെയാണ് ആ മുസ്ലിം പയ്യൻ തെറ്റുകാരനല്ലെന്നും അതിന് പിന്നിൽ ഒരു തമിഴനാണെന്നും പറഞ്ഞ് കഥ മുന്നോട്ട് പോകുന്നത്. ആ പെൺകുട്ടിയുടെ കോൾ ലോഗിലൂടെ ചെന്നെത്തിയ ആ പയ്യനല്ല യഥാർത്ഥ പ്രതിയെന്നും പ്രേക്ഷകനെ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നുണ്ട്. SI ജയകൃഷ്ണൻ അന്വേഷിക്കുന്നത് സ്റ്റാൻലിയെയാണ് എന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇട്ട് തന്നതിന് ശേഷമാണ് സംവിധായകൻ അവിടെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആരംഭിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൗസിനെ അന്വേഷിച്ചുള്ള ക്യാറ്റിൻ്റെ ഗെയിമിൽ മൗസ് കൂടി പങ്കാളിയാവുന്നു എന്നറിയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു രോമാഞ്ചമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു രോമാഞ്ചം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ .2 യെസ് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സൈനൈഡിലൂടെ കൊലപാതകങ്ങൾ എളുപ്പമാക്കാമെന്ന് തിരിച്ചറിഞ്ഞ സ്റ്റാൻലി തൻ്റെ രീതി മൊത്തത്തിൽ മാറ്റുന്നു. അത് ഗെയിം ചേഞ്ചറായി മാറുന്നു. അതായത് അതുവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിരുന്ന സ്റ്റാൻലി പിന്നീട് അങ്ങോട്ടേക്ക് ഗർഭനിരോധന ഗുളികകളിൽ സൈനൈഡ് പുരട്ടിയായിരുന്നു സ്ത്രീകളെ കൊന്നിരുന്നത്. ജീപ്പിൽ ജയകൃഷ്ണനോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ സ്റ്റാൻലി പറയുന്ന ഒരു വിടുവായത്തരമുണ്ട്. അതായത് 30-ൽ കൂടുതൽ സ്ത്രീകളെ അയാൾ കൊന്നു കാണണം എന്ന്. എന്നാൽ റെക്കോർഡിക്കലി ആ സമയത്തിനുള്ളിൽ 13ഓളം കൊലപാതകങ്ങൾ മാത്രമേ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ഷോട്ടാണ് ടൈറ്റിൽ കാർഡിൽ നമ്മൾ കണ്ടത്. എത്ര പേർ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അതായത് ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്ന സമയത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു ടേപ്പ് റിക്കാർഡറിലാണ് ഷോട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ഈ ടേപ്പ് റിക്കാർഡറിന് ചുറ്റും പല വസ്തുക്കളും നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ചായ, കാപ്പി, ബിസ്ക്കറ്റുകൾ, സ്നാക്സ്, എന്തിനോ മദ്യക്കുപ്പി, സിഗരറ്റ്, ആഷ്ട്രേ, സിറിഞ്ചുകൾ എന്ന് തുടങ്ങി പല വിഷയങ്ങളും കാണാൻ സാധിക്കും. പക്ഷേ ആ ഷോട്ടുകളിലെല്ലാം മാറാതെ നിൽക്കുന്ന ഒരേ ഒരു വസ്തു ഈ മഞ്ഞ നിറത്തിലുള്ള ടേപ്പ് റിക്കാർഡർ മാത്രമാണ്. ആ ചിത്രങ്ങളിലൂടെ എനിക്ക് റീഡായ ഒരു വിഷയം, ഒരു മനുഷ്യൻ്റെ ലൈഫാണ് അവിടെ കാണിക്കുന്നത്. അയാളുടെ ജീവിതത്തിൽ അയാളുടെ സ്വഭാവങ്ങളും എല്ലാം ഇഷ്ടങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ നിൽക്കുന്ന ഒരേ ഒരു വസ്തു ആ മഞ്ഞ നിറത്തിലുള്ള ടേപ്പ് റിക്കാർഡറാണ്. അതായത് അയാളിൽ എന്തോ ഒന്ന് കാലങ്ങൾ ഇത്രയായും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട്. അതിനെയാണ് ഈ മഞ്ഞ നിറത്തിലുള്ള ടേപ്പ് റിക്കാർഡറായി സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു സോണിയുടെ TCM16 എന്ന പോർട്ടബിൾ കാസറ്റ് പ്ലെയറിൻ്റെ മോഡലാണ് അത്. ആ ഒരു മോഡലിനോടൊപ്പം പല വസ്തുക്കളും മാറുന്നതായി ടൈറ്റിൽ കാർഡിൽ കാണിച്ചത് ഒരു മനുഷ്യന് വരുന്ന പല മാറ്റങ്ങളും സ്വഭാവങ്ങളുമാണ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ മാറാതെ നിൽക്കുന്ന ഒരേ ഒരു സ്വഭാവത്തെയാണ് ഈ ഒരു മഞ്ഞ ടേപ്പ് റിക്കാർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ മർഡർ നടക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു ടേപ്പ് റിക്കാർഡർ ഉണ്ട്. ഈ ഒരു ടേപ്പ് റിക്കാർഡർ പ്ലേ ചെയ്യുന്നതിനോടൊപ്പം നിലാക്കായും എന്ന ഒരു റീട്രോ സോങ് കൂടി ആ ഒരു മർഡറിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 70s ഈ ഒരു മോഡൽ റിലീസ് ചെയ്തതെന്ന് ഗൂഗിൾ പറയുന്നു.
ആ കാലഘട്ടം മുതൽ ഈ ഒരു വസ്തു ഒരു നിധി പോലെ അയാൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ഉള്ളിൽ ആ കാലം മുതലുള്ള ഒരു സ്വഭാവത്തെ, ഒരു സൈക്കോ സ്വഭാവത്തെ അയാൾ അതേപോലെ കൊണ്ടു നടക്കുന്നു എന്ന് സൂചിപ്പിച്ചതാവില്ലേ അത്. നമുക്ക് ഫസ്റ്റ് സീനിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് സീനിൽ ശ്രുതിയുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് ശ്രുതിയോട് സ്റ്റാൻലി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് അയാൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം സ്ത്രീധനമായി ലഭിച്ച ആ ഹോണ്ട കാറാണ് എന്ന്. ആ ഹോണ്ട കാറിനെ ഒന്ന് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അത് 1986 മോഡൽ ഹോണ്ട എക്കോർഡ് 3rd ജനറേഷൻ ആണ് എന്ന്. 1986 മോഡൽ കാർ സ്ത്രീധനമായി ലഭിക്കണമെങ്കിൽ കല്യാണം നടന്ന വർഷം 1986 അല്ലെങ്കിൽ 1987 ആയിരിക്കണം. അത് കടന്നിട്ടൊരിക്കലും അങ്ങനെ ഒരു കല്യാണമോ സ്ത്രീധനമോ നടക്കാനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെയാണ് എങ്കിൽ തന്നെ അതിനെ ഉറപ്പിക്കാൻ പാകത്തിനാണ് ആ ഫാമിലി ഷോട്ട് കാണിക്കുന്നത്. ആ ഫാമിലി ഷോട്ടിൽ ഏതാണ്ട് 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ആ സീനിൽ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് 14 വർഷങ്ങൾക്കിപ്പുറം 2001 2002 ആയിരിക്കണം ശ്രുതിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന്. അവിടുന്ന് അങ്ങോട്ടേക്ക് മാത്രമുള്ള കണക്കെടുത്താൽ കമ്മ്യൂണൽ റൈറ്റ് അന്വേഷിച്ച് വന്ന ജയകൃഷ്ണൻ കണ്ടെത്തുന്നത് വരെ ഏതാണ്ട് 13ഓളം കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 1986 87 മുതൽ 2001 2002 വരെയുള്ള കൊലപാതകങ്ങൾ കണക്കിൽപ്പെടാത്തവയാണ്. ആ കാലഘട്ടത്തിലായിരിക്കാം പല സ്ത്രീകളെയും അയാൾ സ്വന്തം എക്കോർഡ് കാറിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇനി അങ്ങനെ ഒരു കാർ അയാളിൽ എത്തുന്നതിന് മുമ്പേ എത്ര കൊലപാതകങ്ങൾ നടന്നു എന്ന് ചിന്തിച്ചാൽ കിളി പോവും. അങ്ങനെ കിളി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പോയിന്റ് 3 തീ. സ്റ്റാൻലി നടത്തിയ ഓരോ കൊലപാതകങ്ങളോടും ചേർന്ന് അവരുടെ എല്ലാം ചിത്രങ്ങൾ അയാൾ ഒരു ഡയറിയിൽ വരയ്ക്കുന്നുണ്ട്. 1978 ആ ഒരു ഡയറി ഉണ്ടായിരുന്നത്. അതായത് 1978 ഒരു ഡയറിയിലാണ് അയാൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒന്നുകിൽ 1978 ഒരു സ്വഭാവമായിരുന്നു അയാൾക്കിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അയാൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടർന്ന് പോന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്നിരുന്നെങ്കിൽ പോലും ജയകൃഷ്ണൻ പറയുന്ന കണക്കനുസരിച്ച് 2001 ശേഷമുള്ള കൊലപാതകങ്ങളുടെ കണക്കാണ് 13. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2001 മുതൽ 1978 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം കൊലപാതകങ്ങൾ സ്റ്റാൻലി ചെയ്തിട്ടുണ്ടാവും എന്ന്. 78 എന്ന് പറയുന്നത് ഈ ഒരു ഡയറി വെച്ച് മാത്രം പറയുന്ന വിഷയമാണ്. അതിനു മുമ്പും അയാൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. സിനിമ ത്രില്ലായി മാറുന്നത് ജയകൃഷ്ണന് സ്റ്റാൻലിയിൽ ചെറിയൊരു സംശയം തോന്നി തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ഒരു സംശയം തോന്നി തുടങ്ങാൻ കാരണം മൊബൈൽ ഫോണും. നമുക്കറിയാം 1996 കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ വരുന്നത്. 97 തമിഴ്നാട്ടിൽ ആദ്യമായി മൊബൈൽ ഫോൺ വരുന്നത്. 2000 ശേഷമാണ് ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്നത് എങ്കിലും 2005 ശേഷമാണ് സാധാരണക്കാരിലേക്ക് മൊബൈൽ ഫോൺ എത്തുന്നത്. അങ്ങനെ നോക്കിയാൽ 2005 ശേഷമാണ് സ്റ്റാൻലിക്കെതിരെയുള്ള തെളിവുകൾ പോലും കണ്ടെത്തി തുടങ്ങുന്നത്. എന്നാൽ സ്റ്റാൻലിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയാണ് ശരിക്കും അയാളെ പെടുത്തുന്നത്. സൈനൈഡിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട രജിഷയുടെ കഥാപാത്രമായ ദിവ്യ സ്റ്റാൻലിയെ തിരിച്ചറിയുന്നതോടെ അയാൾ കുടുങ്ങുന്നു. അതിൽ തന്നെ രജിഷയുടെ കുഞ്ഞിനെ വെച്ച് അയാൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിരുന്നു അത്. പക്ഷേ അവരൊരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ചെക്കർ കൂടി വന്നപ്പോൾ അയാൾ പെട്ടുപോവുകയായിരുന്നു. സ്റ്റാൻലിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്കെച്ചിലൂടെയാണ് സിനിമ ഒരല്പം കൂടി സിനിമാറ്റിക് ആക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നത് എന്നാണ് ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. എന്നാൽ അതിനെ മറ്റൊരു രീതിയിലും ചിന്തിക്കാം. അതായത് സ്റ്റാൻലി തന്നെ പറയുന്നുണ്ട് സ്റ്റാൻലിക്കെതിരെ കൃത്യമായ എവിഡൻസ് ഒന്നുമില്ല എന്ന്. അതല്ലായിരുന്നുവെങ്കിൽ ആ വീട്ടിൽ വെച്ച് തന്നെ സ്റ്റാൻലി അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവിന് വേണ്ടി ജയകൃഷ്ണൻ കാത്തിരിക്കുകയായിരിക്കും. അത് മാത്രമല്ല, അവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് സ്റ്റാൻലി സുപ്പീരിയർ ഓഫീസറെ വിളിച്ചു പറയുന്ന ഒരു സീനുണ്ട്. അതിൽ പറയുന്നു, ഞാൻ സർവീസ് റിവോൾവറുമായാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന്. സ്വാഭാവികമായും ഓഫീസിൽ നിന്നും ജയകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടാവും. സർവീസ് റിവോൾവറുമായി സ്റ്റാൻലി വരുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്നു. സ്വാഭാവികമായും അത് കേൾക്കുമ്പോഴായിരിക്കും ജയകൃഷ്ണന് പേടിയുണ്ടാവുക. സ്റ്റാൻലിയെ തൻ്റെ അവസാനത്തെ ഇരയോട് ചേർത്ത് പിടിക്കണം എന്നായിരിക്കും നത്ത് ജയകൃഷ്ണൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെയായിരിക്കും അവസാന പഴുതും പൂട്ടിക്കെട്ടാൻ വേണ്ടി ഓണർ മരിച്ചുപോയ ഒരു ഹോട്ടലിലേക്ക് അയാളെ മനഃപൂർവ്വം ജയകൃഷ്ണൻ എത്തിക്കുന്നതും. നത്ത് പറയുന്നൊരു സീനുണ്ട്, ഇര പോകുന്ന വഴി ഏതിരിട്ടത്തും നത്തിനറിയാം എന്ന്. ഗായത്രി അരുൺ ചെയ്ത ഷൈനി എന്ന കഥാപാത്രം ഹോട്ടലിലേക്ക് എത്തുന്നതിന് മുമ്പ് നേരം വൈകിയതായി പറയുന്നുണ്ട്. അത് മനഃപൂർവ്വമാണെങ്കിലോ
അത് നത്ത് തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു നാടകമാണെങ്കിലോ. അതിനുശേഷം അവർ മുറിയിലേക്ക് കയറുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് വാതിലിൽ മുട്ടുന്നുണ്ട്. കാരണം ഒരു സെക്കൻഡ് പോലും അവിടെ നഷ്ടപ്പെടാൻ പാടില്ല. സ്റ്റാൻലിക്ക് ആ ഒരു സെക്കൻഡ് മാത്രം മതി എന്ന് നത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു പോലീസുകാരനെ വേഷം കെട്ടി വാതിലിൽ മുട്ടിക്കുന്നത്. ആ റിസപ്ഷനിൽ തന്നെ കാണാൻ സാധിക്കും ഓണർ മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോയും. ആ ഹോട്ടലിൽ വെച്ച് ജയകൃഷ്ണൻ സ്റ്റാൻലിയെ ഇല്ലാതാക്കുന്നു. അപ്പോഴേക്കും പ്രേക്ഷകന് ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തെങ്കിൽ ആ ശരീരമെല്ലാം എവിടെയാണ് എന്ന്. കാറിൽ തൂമ്പയും പാറയും കൊണ്ടുപോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിലൂടെ ആ ശരീരങ്ങളെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സ്റ്റാൻലി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അയാളുടെ ആ ഒറ്റപ്പെട്ട വീട്ടിലാണ്. അവിടേക്കാണ് സ്റ്റാൻലിയുടെ ശരീരവുമായി ആ കാർ ജയകൃഷ്ണൻ കൊണ്ടുപോകുന്നത്. അതായത് ആ വീട്ടിൽ ഒരുപാട് മൃതദേഹങ്ങളോടൊപ്പം സ്റ്റാൻലിയും മൂടപ്പെട്ടിരിക്കുന്നു എന്ന്. അതിനുശേഷവും ആ വിവരം ആരും അറിയുന്നില്ല. ലോകം അപ്പോഴും സ്റ്റാൻലിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലീസുകാരും. അങ്ങനെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. യഥാർത്ഥ സൈനൈഡ് മോഹനൻ ഇപ്പോഴും കർണാടകയിലെ ഹിൻഡാൽഗ ജയിലിൽ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് എങ്കിലും അത് നടക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ലോകം ആഗ്രഹിക്കുന്നത് സിനിമയിലൂടെ കാണിച്ചു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇനി ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ എൻ്റെ അഭിപ്രായത്തിൽ അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ് മിസ്റ്റർ ജിതിൻ കെ ജോസ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, മമ്മൂട്ടി എന്ന മഹാനടനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പ്രേക്ഷകരുടെ ചിന്തയ്ക്കപ്പുറത്തേക്ക് അവതരിപ്പിച്ച നിങ്ങളെ ക്രൂരൻ എന്നല്ലാതെ വേറെ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കേണ്ടത്? സ്റ്റാൻലി എന്ന കഥാപാത്രത്തിന് കിട്ടുന്ന തല്ല് പോരാ എന്ന് ഓരോ ഫാൻസിനെ കൊണ്ടും പറയിപ്പിച്ച നിങ്ങളെ ക്രൂരൻ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത്? നമ്മുടെ മമ്മൂക്കയാണല്ലോ ഇവന്മാരെ തല്ലി കൂട്ടുന്നത് എന്ന് ഒരു ടിപ്പിക്കൽ ഫാൻ ബോയ്ക്ക് പോലും തോന്നാത്ത രീതിയിൽ ഈ ഒരു കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്ത നിങ്ങൾക്ക് മാത്രമല്ല ബ്രോ, ലോകം മുഴുവൻ വെറുക്കുന്ന സൈനൈഡ് മോഹൻ എന്ന കഥാപാത്രത്തെ നിഷ്പ്രയാസം എടുത്ത് നമുക്ക് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്ത മമ്മൂക്ക, ഹാറ്റ്സ് ഓഫ്.